റോയും ഉമ്മച്ചനൊക്കെ എവിടെ? ഫോട്ടോ എടുക്കാൻ പോയ രോഗനെ കാണാനില്ലല്ലോ. അറിയത്തില്ല. എടാ അവരെല്ലാവരും എന്ത് ചെയ്യും? ഒന്നിങ്ങ് വന്നേ. എന്ത്? അലക്സ്, കാര്യം പറ. എന്നാത്ര നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അമ്മച്ചി ഇയാളെ അറിയോ നോക്കി. മേരിക്കുട്ടി, ഇതിൽ പനം തെളിവ് വേണ്ടല്ലോ അല്ലേ? റോയ്, ആഹാ, നിങ്ങളിവിടെ കള്ളും കുടിച്ചിരുന്നോ? ദേ റോയ്, നമുക്ക് ഇപ്പൊ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം. അസംബന്ധം ഒന്നല്ല, ആ പെൺകുട്ടിക്ക് കിറുക്കാണ്. എന്തിനാണ് അങ്ങനെ ഒരു ആ പാവരോഹന്റെ തലയിൽ കെട്ടിവെക്കണേ? അച്ഛാ, നമുക്ക് പിന്നെ സംസാരിക്കുന്നു. പുറത്തേക്ക് ഇല്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. അച്ഛാ, ഞാൻ പറയുന്നത് അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി കിറുക്കാണെന്നുള്ളത് മാത്രമല്ല എന്റെ പ്രശ്നം. പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ട്. അവൾ ഒരു നിംഫോമാനിയക്കാണെന്നാണ് എനിക്ക് തോന്നണത്. എന്റെ അമ്മച്ചി പൊന്നും പണമൊന്നുമല്ല, സ്വഭാവ ഗുണം. അതാണ് ഒരു പെൺകുട്ടിയുടെ സമ്പത്ത്, അല്ലെ? അതില്ലാത്ത ഒരുത്തിക്ക് വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. അതെ, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം പുറത്തേക്ക് പോകും. റോയ്, ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്കെന്താ മനസ്സിലാവാത്തത്? വെറുതെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അലക്സേ, നിനക്ക് അവളെ പറ്റി അറിയാൻ പാടില്ല. ചേട്ടാ, അവളെന്താ ചെയ്തെന്ന്? അവരൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരല്ല ചായ. എന്നതാടാ കല്യാണ ചെറുക്കന്റെ കുണ്ടിക്ക് കയറി പിടിക്കുന്നതാണോ ന്യൂ ജനറേഷൻ? എടാ, പാവ രോഹന്റെ ചുണ്ട് അവള് കടിച്ചു പറിച്ചു. പിന്നെ പറയാം, പിന്നെ സംസാരിക്കാം. ഇത് ഒന്ന് പുറത്തേക്ക്. അലക്സേ, ഇവരോട് പുറത്തോട്ട് പോകാൻ പറ. അമ്മച്ചി, ഒന്ന് പുറത്തേക്ക് പോകാൻ പറ പ്ലീസ്. അതെ, ഇത് വേറെ ആർക്കെങ്കിലും അറിയോ? നമ്മൾ 3 പേർക്കും പിന്നെ മേരിക്കുട്ടിക്ക് മാത്രമേ അറിയൂ. ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? മോശമല്ലേ? അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നേ. ഓ, ബ്ലാക്ക് മെയിലിംഗ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഈ കുടുംബത്തിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നറിയോ? എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി ഒന്നൊരുത്തൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് അറിഞ്ഞിടത്തോണ്ടാണ് അലക്സ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നവനൊന്നും അല്ല അലക്സേ. ഇപ്പോൾ മനസ്സമ്മതം നടന്ന പള്ളിയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിലെ വികാരിയിരുന്ന ഫാദർ സേവിയറാണ് ഞാൻ. ചെറിയൊരു സ്കാൻഡൽ കാരണം സഭ എൻ്റെ ലോഹൂരി വാങ്ങി. പക്ഷേ ഇപ്പോഴും പഴമക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാൻ കേട്ടോ. തനിക്ക് എന്നാ വേണം? നൗ യു ഹാവ് കം ടു ദ പോയിന്റ്. അളിയാ, ഞാൻ സംസാരിച്ചോളാം. തനിക്ക് എന്നാ വേണ്ടത്? നാട്ടു നടപ്പനുസരിച്ച് പുത്രൻ്റെ വിവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായും പിതാവിന് കിട്ടേണ്ട ചില സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. ന്യായമായും എനിക്കത് കിട്ടണ്ടേ? ഞങ്ങളൊന്നും തരുന്നില്ല, എന്നാ ചെയ്യും? തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പുത്രസ്നേഹം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വരും. നാണാവില്ലൂടെ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാനും അന്തസ്സുള്ളൊരു പണി തന്നെയാണ് ജീവിച്ചിരുന്നത്. നിരന്തരം ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്ന ഒരു പാവ സ്ത്രീ ഒരിറ്റ ആശ്വാസത്തിനായി ഒരു രാത്രി എൻ്റെ മേടയിൽ വന്നപ്പോൾ ഈ നാട്ടിലെ നാറുകളെല്ലാം കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു. ആ പാവ സ്ത്രീയുടെ ജീവിതം പോയി, എൻ്റെ പട്ടവും പോയി. അത് കഴിഞ്ഞ് ഞാനൊരു തിയേറ്റർ ലീസിനെടുത്ത് നടത്തി. രാത്രി അവിടെ ബ്ലൂ ഫിലിം കാണിക്കുന്നതെന്ന് പറഞ്ഞ് പോലീസുകാരെന്നെ ഒന്ന് പിടിച്ചുകൊണ്ടുപോയി. പിന്നെ ഞാൻ ലീസിനൊരു റിസോർട്ട് തുടങ്ങി. ടൂറിസം വളരുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒരു മസാജ് സെൻ്റർ തുടങ്ങി. അപ്പോൾ പോലീസുകാർ വന്ന് അവരെ പിടിച്ചോണ്ട് പോകാന്നേ.
മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹിക സാഹചര്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാവുന്നാണല്ലോ പ്രമാണം. സത്യം പറയാലോ, ഞാനിരുന്ന പല ഇടവകളിലും പല സ്ത്രീകളെയും ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ അതിലെല്ലാം ആൺതിരികളാണ് പറഞ്ഞത്. അവരുടെ കല്യാണത്തിന് ചെന്ന് സ്ത്രീധനത്തിൻ്റെ പങ്കുപറ്റലാണ് ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ. എന്താ കുഴപ്പമുണ്ടോ? നാറി.